നല്ല വെയിലാണെങ്കിലും ഞങ്ങൾ കവയിലോട്ട് എത്തിയത് ഒരു 5:30-6 മണി ടൈമിലാണ്. അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കവയിലുണ്ടായിരുന്നത്. പിന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം കവയുടെ ആ ഒരു ആംബിയൻസ് എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു പിക്നിക്ക് പോലെയാണ് കവയിലോട്ട് വരിക. പായയും ബെഡ്ഷീറ്റും ഇരിക്കാനുള്ളതും കിടക്കാനുള്ളതും പിന്നെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ടായിരിക്കും എല്ലാവരും വരിക. കുറേ പേർക്കൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ പാലക്കാട് മലമ്പുഴയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇനി മലമ്പുഴ കാണാൻ വേണ്ടി മാത്രം വരണ്ട, മലമ്പുഴയുടെ ബാക്ക് സൈഡ് കവയും കൂടെ കണ്ടിട്ട് പോയാൽ മതിട്ടാ. കവ ഒന്നും കണ്ടില്ലെങ്കിൽ സത്യം പറഞ്ഞ ഒരു നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കില്ല ഇത്രയും നല്ല സ്ഥലമായിരുന്നോ എന്നൊക്കെ കേട്ടാ. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ കവ കാണാൻ പോണതിൻ്റെ പിന്നിൽ വേറൊരു രഹസ്യം കൂടി ഉണ്ട്. ആ രഹസ്യമാണ് ഇതേ ആ വാഴലിൽ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കവയിലെ ഹൈലൈറ്റ് ഫുഡ്, അതായത് നമ്മുടെ സ്പെഷ്യൽ ഫുഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിലെ മീനായിരിക്കും. ഈ ഡാമിലെ മീൻ അങ്ങോട്ട് പൊരിച്ച് അപ്പം തന്നെ പൊരിച്ച് നമുക്ക് തരികയാണേ. അപ്പം തന്നെ പൊരിച്ച് വാഴയിലെല്ലാം അങ്ങോട്ട് വെച്ച് കെട്ടിയിട്ട് ഒപ്പം നല്ല പുഴുങ്ങിയ കപ്പയും നല്ല മീൻചാറും ആയിരിക്കും അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ചിലപ്പോൾ കവയിലോട്ട് എല്ലാവരും വരുന്നത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടേ തിരിച്ചു പോകാറുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു. കപ്പയും ബീഫും മീൻ കറിയും മീൻ പൊരിച്ചതും കട്ടൻ ചായയും കൂടാൻ നല്ല കാറ്റും പിന്നെ നല്ലൊരു ആംബിയൻസും വേറെ എന്ത് വേണം നമുക്ക് ലൈഫിലല്ലേ. ഒപ്പം നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടാ. എല്ലാവർക്കും ഇപ്പോൾ തിരക്ക് പിടിച്ച സമയമാണ്, തിരക്ക് പിടിച്ച ജീവിതമായി മാറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് കവയിലോട്ട് വന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിരുന്നോക്ക്. നമ്മൾ അത്രയും ദിവസം നമ്മുടെ തലയിൽ കൊണ്ടുവച്ച ടെൻഷനും സങ്കടവും കാര്യങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് കാറ്റത്തങ്ങ് പറന്നു പോകും. നമ്മൾ നമ്മുടെ ചുറ്റുപറ്റിയുള്ളതെല്ലാം റീഫ്രഷ് ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സ്വയം റീഫ്രഷ് ചെയ്യാൻ എപ്പോഴും മറക്കും. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കണേ. അപ്പോൾ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലി എല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്തിട്ട്, അല്ല പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല കേട്ടോ, പ്ലാൻ ചെയ്യാതെ എല്ലാവരും കൂടെ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ടക്കുന്നൊരു സ്ഥലത്തേക്ക് പോവുക, എൻജോയ് ചെയ്യുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. കാരണം നാളെ തൊട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ടെൻഷൻ പിടിച്ച ലൈഫിലേക്ക് പോയി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് കൂളായി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് റീഫ്രഷ് ചെയ്തേ പറ്റൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.